കേസുകൾ അത്ര സങ്കീർണമാണെങ്കിലും പഴുതുകൾ കണ്ടെത്തി വിജയിക്കുന്ന ഷാർപ്പ് ഷൂട്ടർ അയോധ്യ കേസ് അഭിഭാഷകൻ പഞ്ചനക്ഷത്ര വക്കീൽ സാക്ഷാൽ വൈദ്യനാഥനെ തന്നെ പൂപ്പലടിച്ച ഖജാനയിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിച്ച് കെട്ടിയിറക്കിയിട്ടും നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര പേടി എന്ന മുഖവുരയിൽ ഹൈക്കോടതിയിൽ ഗതി പിടിക്കാത്തതിന്റെ തൊട്ടു പിന്നാലെ ഏതാണ്ട് അതേ വാദങ്ങളുമായി അന്വേഷണത്തിന്റെ കൂമ്പടയ്ക്കാൻ കർണാടകയിലേക്ക് ചിതറിയോടിയതാണ് എക്സാലോജിക്. വീണയ്ക്കും ആ മിസ്റ്റീരിയസ് കമ്പനിക്കും ആഘാതമാണ്. അവിടെയും ഹാജരായത് ഏതെങ്കിലും അത്തപ്പാടി വക്കീലല്ല, സിറ്റിംഗിന് ലക്ഷങ്ങൾ വരെയുള്ള അരവിന്ദ് പി ദത്താർ. കോർപ്പറേറ്റ് ടാക്സേഷൻ നിയമങ്ങളിൽ രാജ്യമല്ല ലോകമറിയുന്ന രാവണനാണ്. അതൊരു സമാന്തര അന്വേഷണമാണെന്നും SFIO UAPയേക്കാൾ ഡ്രാക്കോണിയനാണെന്നും പഠിച്ച പാഠങ്ങളിൽ 18 നോക്കിയിട്ടും അന്വേഷണത്തിന് പച്ചക്കൊടിയാണെങ്കിൽ ചെയ്യാത്ത പണിക്ക് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ കാലാകാലങ്ങളിൽ കൈനീട്ടി വാങ്ങിയത് കർത്താവിന്റെ കാരുണ്യമല്ല, അത് പ്രഥമദൃഷ്ട്യാ കള്ളപ്പണമാണെന്ന് വഞ്ചനയുടെ പങ്കുപടമാണെന്ന് പറയാതെ പറയലാണ് കോടതി. ആ കർണാടക തോൽവിയിൽ ഇനി അധികമൊന്നും പറയാനില്ലെന്നും പറയേണ്ടത് കമ്പനി പറയട്ടെ എന്നും പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. സഖാവെ, അങ്ങനെയല്ലല്ലോ 6 മാസമായി കണ്ട വിദണ്ഡവാദങ്ങളുടെ അസംബന്ധ ഘോഷയാത്ര. ഒറ്റ നോട്ടത്തിൽ ഒരു തുരങ്ക ബാന്ധവത്തിന് സംശയം നാറുന്ന അതാര്യമായൊരു ഇടപാട് സുതാര്യമാണെന്ന് സത്യസാക്ഷ്യം പറഞ്ഞത് CPMന്റെ സെക്രട്ടേറിയറ്റ് ആണ്. ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് ബോധം ലെവലേശമില്ലാതെ ഒരു PR ഓഫീസർ കണക്കെ ആ പേപ്പർ കമ്പനിക്ക് വേണ്ടി വീറോടെ വാദിച്ച AK ബാലൻ, EP ജയരാജനൊക്കെ തെറ്റെന്ന ബോധ്യത്തിലാണ് MP ഗോവിന്ദന്റെ വെളിപാടെങ്കിൽ നല്ലത്. പക്ഷെ അവിടെയും തീരുന്നോ? അഴിമതി ഇടപാടിന്റെ അധർമ്മ പടർച്ചയിൽ ആ കരിമണൽ കമ്പനിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സർക്കാർ എന്ന് പറയലാണ് രേഖാബലത്തിൽ മാത്യു കുഴൽനാടൻ. തർക്കുത്തരം പറയാതെ CMRന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് മിനിറ്റ്സ് അടക്കം പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന ആ സാമാജികന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അത് തെറ്റാണെങ്കിൽ മറുപടി രേഖകൾ കേരള സമക്ഷം വെക്കാനുള്ള ആർജവം കാണിക്കണം സർക്കാർ. ആർത്തി പൂരണത്തിന് ആവശ്യത്തിന് കിട്ടാതെ ഒരു കോർപ്പറേറ്റും സൗജന്യമായി ഒരുത്തനും അണാപൈസ കൊടുക്കില്ലെന്നാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയുടെ അന്തസാര സത്ത. അങ്ങനെ വാരിയെറിഞ്ഞ കോടികൾക്ക് ആ കരിമണൽ മുതലാളിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ എന്താണെന്ന് കേരളത്തിന് അറിയണം. 6 മാസങ്ങൾക്കിപ്പുറവും വാങ്ങിയ പണത്തിലുള്ള പണി എന്താണെന്ന് ആ കമ്പനിക്കും അതിന്റെ ഉടമസ്ഥയ്ക്കും ഉടമസ്ഥയുടെ പിതാവിനും പിതാവിന്റെ പാർട്ടിക്കും പറയാനാവുന്നില്ലെങ്കിൽ അത് തീരദേശ വഞ്ചനയുടെ ചോരപ്പണ ബാക്കിയാണ്. അവിശുദ്ധ ഇടപാടിന്റെ തുടർച്ചയിൽ മാത്യു പറയുന്നത് സത്യമാണെങ്കിൽ അങ്ങ് ബംഗാളിൽ അധികാരബലത്തിൽ അച്ഛൻ ബസുവിന്റെ തണലിൽ ചന്ദൻ ബസുവും കൂട്ടാളികളും കുട്ടിച്ചോറാക്കിയത് കണക്കെ ഇടതു മൊറാലിറ്റിയെ തൊലിയുരിച്ച് കഴിവേറ്റലാണ്. ആയിരങ്ങൾ ചങ്കേറ്റൊരു പ്രസ്ഥാനത്തെ തൊലയ്ക്കലാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോസഫ് സി മാത്യു, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ PR ശിവശങ്കർ, ശ്രീ ശ്രീത് പണിക്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം MP ഗോവിന്ദൻ ഇന്ന് ആ വാർത്തയോട് പ്രതികരിച്ചു ഒന്ന് കാണാം. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അത് അവർ കേസ് അതുപോലെ കമ്പനി കൈകാര്യം ചെയ്തോളൂ. ഇല്ല, അത് പിണറായിയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. പാർട്ടി തർക്കാൻ വേണ്ടിയുള്ള നീക്കം വീണ്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു തന്നെയാണോ? അത് നേരത്തെ പറഞ്ഞു. ജോസഫ് സി മാത്യു, സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അന്നത്തെ പ്രസ്താവനയിൽ അങ്ങനെ ആയിരുന്നില്ല. അത് കമ്പനിയെ കൃത്യമായി ന്യായീകരിക്കലായിരുന്നു. ഇന്നിപ്പോൾ AK ബാലനെ കാണാനില്ല, ഇന്നിപ്പോൾ EP ജയരാജനെ കാണാനില്ല. സാധാരണഗതിയിൽ വീറോടെ വാദിക്കുന്ന ആളാണ് AK ബാലൻ. അപ്പോൾ ഇനി ആ കമ്പനിക്ക് കവചം തീർക്കേണ്ടതില്ല എന്ന CPMന്റെ ബോധ്യമാണോ അത് ആ കമ്പനി പറയട്ടെ എന്ന MP ഗോവിന്ദൻ ഇന്നത്തെ പ്രതികരണം? ശ്രീ ജോസഫ് സി മാത്യു. അങ്ങനെ ഒരു കവചം തീർക്കാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആദ്യ ദിവസം തന്നെ കമ്പനിയുടെ PR വർക്ക് ഏജൻസി പോലെ ആണ് CPM സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന പുറത്തിറങ്ങിയതെന്ന് നമുക്കറിയാം. ഇത് CPMൻ്റെ സാധാരണ അംഗങ്ങൾക്കോ PV അംഗങ്ങൾക്കോ ഒന്നും നാളിതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ആനുകൂല്യമാണ് ബന്ധുക്കളുടെ കമ്പനിയുടെ PR വർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പായിട്ട് ഇറക്കുക എന്നുള്ള രീതി. അപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം ഇത് എത്തി നിൽക്കുമ്പോൾ അത് എന്തുകൊണ്ടെന്നുള്ളതിന് പാർട്ടി കമ്മിറ്റിയിൽ നടന്ന ഒരു വിമർശനത്തിൻ്റെ ഫലമായിട്ടൊന്നും പറയാനുള്ള ഒരു വിവരവും നമ്മുടെ മുന്നിലില്ല. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ വിരളമാണെന്ന് നമുക്കറിയാം. കാര്യം ആ പാർട്ടിയിൽ അത്തരം വിമർശനങ്ങളൊന്നും നടക്കാറുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സമീപ കാലത്തെങ്ങും. അപ്പോൾ ഇത് ഇവരുടെ തന്നെ ഒരു തിരിച്ചറിവാണ്. ഇത് അങ്ങനെ വിരൽ കൊണ്ട് മറയ്ക്കാവുന്ന സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ളത്. നേരത്തെ ഇവർ ശ്രമിച്ചത് എന്താണ്? ആ പത്രക്കുറിപ്പിൻ്റെ അവസാന വാചകം നമ്മൾ നോക്കിയാൽ മറ്റ് പല ആരോപണങ്ങൾ പോലെ ഇതും കാലത്തിൻ്റെ ചവിറ്റുകൊട്ടയിൽ പോകും എന്നിവർ ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അന്വേഷണത്തിലേക്കൊന്നും പോകാതെ വെറുതെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കുറച്ച് പ്രത്യാരോപണങ്ങളുടെ കൂട്ട് ഇത് വന്നു പോവുകയും അന്വേഷണം നടക്കുകയുമില്ല എന്നിവർ ആഗ്രഹിച്ചിരുന്നു.
ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, അങ്ങനെ പറയുന്നതിന് ഇവർക്കൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടെന്നുള്ളത്. നേരത്തെ നടന്ന ഒരു അന്വേഷണത്തെ മുഖ്യമന്ത്രിയും ഒക്കെ ഇടപെട്ട് അത് ഇല്ലാതാക്കിയതാണ്. അതുകൊണ്ട് ഇനിയും ഒരു അന്വേഷണം നടക്കും എന്ന് അവരൊരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കമല ഇൻ്റർനാഷണൽ, കുന്നംകുളത്തെ വീട്, അങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് അതിൻ്റെ പട്ടികയിലേക്ക് ഒന്നും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇത് അങ്ങനെ കാലത്തിൻ്റെ ചവിറ്റുകൊട്ടയിൽ പോകും എന്ന് പറഞ്ഞ് ഇത് മാറ്റിവെക്കാനാണ് CPM ശ്രമിച്ചത്. സത്യത്തിൽ CPM എന്നൊരു പാർട്ടി അങ്ങനെ ചെയ്യുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു പാർട്ടിക്കുള്ളിൽ പോലും ഇത്തരം കാര്യത്തിലൊരു വിശദീകരണം ചോദിക്കലോ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിക്കലോ ഇല്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് പക്ഷേ ഞാൻ പറയുന്നത്, ഇതൊരു കമ്പനിക്ക് കവചം തീർക്കൽ മാത്രമല്ല. ഇതിലെ ആരോപണത്തിൽ പ്രത്യേകിച്ച് CPMൻ്റെ മുന്നിലേക്ക് വന്ന കാര്യം, UDFലെ പല നേതാക്കന്മാരോടൊപ്പം, ഞാനത് അടിവരയിട്ട് പറയുന്നു, UDFലെ പല നേതാക്കന്മാരോടൊപ്പം CPMൻ്റെ PB അംഗവും കൂടി CMRLൻ്റെ മാസപ്പടി പട്ടികയിലേക്ക് പേര് പിടിക്കുന്നതും കൂടിയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അത് ബ്ലാക്കായിട്ടും വൈറ്റായിട്ടും പണം വാങ്ങിയെന്നും, അങ്ങനെ വൈറ്റായിട്ട് പണം വാങ്ങിയതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഈ എക്സാലോജിക്കിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കും വന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ ഇവർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ടും സേവനം നൽകിയിട്ടില്ല എന്നുള്ളത് ഡിജിറ്റലി പ്രൂവ് ചെയ്യാവുന്ന കാര്യമായതുകൊണ്ടും അതിന് രേഖകളുള്ളതുകൊണ്ടും അത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടാവുന്നൊരു വസ്തുത എന്നുള്ള രീതിയിൽ അതിലേക്ക് കൂടുതൽ അന്വേഷണം പോവുകയും പെട്ടെന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മറുഭാഗത്ത് അതിനേക്കാൾ ഭീമമായൊരു തുക ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൂടി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നും, അങ്ങനെ അവർക്ക് നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിയൂ എന്നൊരു പബ്ലിക് ലിമിറ്റഡ് സ്ഥാപനം പറയുന്നു എന്നുള്ളൊരു വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട്. അത് കേട്ടും കേരളത്തിലെ ജനങ്ങൾ ഞെട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പല നേതാക്കന്മാരും ഇങ്ങനെ പണം വാങ്ങുന്നു എന്നൊക്കെയുള്ളത് ഒരു സംസാരം എന്നുള്ള രീതിയിലെങ്കിലും പൊതുജനങ്ങൾ പലരും അങ്ങനെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിലേക്ക് വളരെ രേഖാമൂലം രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ മുന്നിൽ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അതിൻ്റെ പേരുകൾ നൽകുകയും മൊഴികൾ നൽകുകയും അത് ഏതാണ്ട് ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും അന്തിമമായി സ്ഥിരീകരിക്കുകയും ചെയ്യുകയും അതിൽ CPMൻ്റെ PB അംഗവും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയൻ്റെ പേര് വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുന്നിടത്ത് ഇത് പല ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പേര് ഇതുപോലെ പരാമർശിക്കപ്പെടുന്നിടത്ത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പണ്ട് VS അങ്ങനെ ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം വന്നപ്പോൾ കൃത്യമായ ഉത്തരം പറയാതെ പരോക്ഷമായി ആ ചോദ്യത്തെ അനുകൂലിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ മറുപടി പറഞ്ഞു പോയപ്പോൾ തൊട്ടടുത്ത ദിവസം ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, PBയിൽ എൻ്റെ സഹപ്രവർത്തകനായ VS എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന് ഇട നൽകുന്ന രീതിയിൽ മറുപടി പറഞ്ഞ് പോകാൻ പാടില്ലായിരുന്നു, എന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പാടില്ലായിരുന്നു, കൃത്യമായ മറുപടി പറഞ്ഞു പോകണമായിരുന്നു എന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായ നിലപാടാണതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്തുകൊണ്ടാണ് അദ്ദേഹം സ്വയം ഈ സംശയത്തിൻ്റെ നിഴലിലേക്ക് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല ഈ പറയുന്ന എന്താണ് പെൻഷൻ പൈസ കൊണ്ട് തുടങ്ങിയ കമ്പനിയാണ്, കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ മാത്രം ചുമ്മാ പറയുന്നതുകൊണ്ട് കാര്യമില്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ജോസഫ് സിമാദി, ശ്രീ അഡ്വക്കേറ്റ് ബി നാസ്കരി, അരവിന്ദ് ദത്താർ എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല. ഞാൻ എത്താം ജോസഫ് മാത്യു. ഈ ദത്താർ ചില്ലറക്കാരനല്ല. മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 10-30 വർഷത്തെ സേവനമുള്ള ആളാണ്. സുപ്രീം കോടതിയിൽ വോഡാഫോൺ ഇൻകം ടാക്സ് കേസിൽ, നാഷണൽ ടാക്സ് ട്രിബ്യൂണൽ കേസിൽ, സെബി സഹാറ കേസിൽ, NGSC കേസിലൊക്കെ ഹാജരായിട്ടുള്ള വക്കീലാണ്. അപ്പോൾ ആ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് വക്കീലാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് എന്നൊക്കെയുള്ളത് വീണയുടെയും ആ കമ്പനിയുടെ തലവേദന. നമ്മുടെ ഖജനാവല്ലല്ലോ അല്ലേ? ശ്രീ ഹസ്കർ, എന്തുകൊണ്ടാണ് അരവിന്ദ് ബി ദത്താറിന് പോലും വീണ വിജയനെയും എക്സാലോജിക്കിനെയും കർണാടക ഹൈക്കോടതിയിൽ രക്ഷിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിൽ കഴമ്പുണ്ട്, കഥയുണ്ട് എന്നുകൊണ്ടല്ലേ ശ്രീ ഹസ്കർ? ഹഷ്മി, ഒരു 212 എൻക്വയറി നടക്കുന്നു. ആ 212 എൻക്വയറിയുടെ ഭാഗമായിട്ട് എക്സാലോജിക്കിന് അതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഡോക്ടർ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് അരവിന്ദ് പി ദത്താറിനെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകനെ, ഇന്ത്യയിൽ തന്നെ കോർപ്പറേറ്റ് ലോയിലും ടാക്സേഷൻ ലോയിലും ഏറ്റവും മികച്ച അഭിഭാഷകൻ എന്ന് പേര് കേട്ടിട്ടുള്ള അരവിന്ദ് പി ദത്താറിനെ പോലെ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തി അത്തരം ഒരു ഹർജി കർണാടക ഹൈക്കോടതി കൊടുക്കുന്നു.
കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് നാഗരത്നയാണ് ആ വിധി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും എക്സാലോജിക്കിന് ഇനിയും അതിൻ്റെ മുന്നിൽ നിയമപരമായ വഴികളുണ്ട്. ഡിവിഷൻ ബെഞ്ചിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ ഇക്കാര്യത്തിന്മേൽ അപ്പീൽ പോകുന്നതിനുള്ള വഴികൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ വാദമുഖങ്ങൾ നികത്തുന്നതിനും അവർ ഉന്നയിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് വിജയിക്കുന്നുള്ള സാഹചര്യമുണ്ട്. അത് നിയമപരമായി തന്നെ അങ്ങനെ പോകണം എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിലൊരു നിയമപ്രശ്നം നിലനിൽക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കമ്പനി നിയമത്തിലെ 210 എൻക്വയറി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു കാരണവശാലും 212 എൻക്വയറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു നിയമപരമായ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ട്രിൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇവിടെ ഒരു വലിയ പ്രശ്നമായി ഉയർത്തപ്പെടുന്നതും. അതുതന്നെയായിരുന്നു ഈ ഹർജിയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി സാങ്കത്യം അതുതന്നെയായിരുന്നു മനസ്സിലാക്കുന്നത്. എല്ലാം വിശദമായി വാദിച്ചു. താങ്കൾ പറയുന്ന ഒരു സമാന്തര അന്വേഷണമാണ്, അത് നിലനിൽക്കില്ല എന്ന് വാദിച്ചു. ഇത് SFIO എന്ന് പറയുന്ന അറസ്റ്റിലേക്ക് നയിക്കാൻ കഴിയുന്ന, നോട്ടീസ് കൊടുക്കാൻ കഴിയുന്ന, സീമകളില്ലാത്ത അധികാരപരിധിയുള്ള ഒരു അന്വേഷണ സംവിധാനമാണ്. അത് UAPA എന്ന് പറയുന്ന കരിനിയമത്തെക്കാൾ ഡ്രാക്കോണിയൻ നിയമമാണ് എന്നൊക്കെ വാദിച്ചു, പരമാവധി വാദിച്ചു. എന്നിട്ടും എന്താണ് SFIOയ്ക്ക് കർണാടക ഹൈക്കോടതി പച്ചക്കൊടി കൊടുത്തത് എന്നൊരു ആത്മവിചാരത്തിൽ അതിൽ കഴമ്പുണ്ട്, അതിൽ പ്രഥമദൃഷ്ട്യാ കേസുള്ള എന്തുകൊണ്ട് കൂടിയാവില്ല ഒരു അഭിഭാഷകൻ എന്നുള്ളതിലേക്ക് താങ്കൾ പറയൂ ശ്രീ ഭാസ്കർ. ഹാഷ്മി, ഇതിൽ നമ്മുടെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത് നാം ഇപ്പോഴും നോക്കിക്കണ്ടുകൊണ്ടേയിരിക്കുന്നത് 1.72 കോടി രൂപയുടെ മാത്രം അഴിമതിയോ അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ അഴിമതിയുടെ ചട്ടുകത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ ശ്രമിക്കുന്നിടത്താണ്. അതിൽ 1,133.28 കോടി രൂപയുടെ മറ്റ് അഴിമതി പണം പുറത്തു നിൽക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട UDFന്റെ അരഡസനിലധികം നേതാക്കന്മാർ കൈപ്പറ്റിയ പണം 2018-19 അസസ്മെന്റ് ഇയറിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധിയിലേക്ക് എത്തപ്പെടുന്നത്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ നടന്നിട്ടുള്ള അരഡസനോളം UDF നേതാക്കന്മാരുടെ പേര് നിങ്ങൾ ഒരിടത്തും ചർച്ച ചെയ്യുന്നില്ല. ആ പേരുകൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നിടത്താണ് രാഷ്ട്രീയ ലക്ഷ്യവും. SFIO തന്നെ കർണാടക ഹൈക്കോടതിയിൽ പറയുകയാണ്. SFIO തന്നെ കർണാടക ഹൈക്കോടതിയിൽ പറയുന്നു 1.72 കോടിയുടെ കഥ മാത്രമല്ല, ഇത് 135 കോടിയുടെ കഥയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അതിലേക്കുള്ള ഒരു ജാലകം തുറക്കൽ മാത്രമാണ് വീണ വിജയൻ അല്ലെങ്കിൽ വീണ ടി എന്ന് പറയുന്ന വ്യക്തി എന്ന് SFIO പറയുകയാണ്. അപ്പോൾ 135 കോടിയിലേക്ക് വളരെ വിശാലമായ അന്വേഷണം പോകുന്ന ഒരു അന്വേഷണത്തിന് വീണ വിജയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രേഖകളെല്ലാം പക്കാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെ രേഖകളൊക്കെ സുതാര്യമാണെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? വീണ വിജയൻ അന്വേഷണം നടക്കട്ടെ, സുതാര്യമായ രേഖകൾ വളരെ പെട്ടെന്ന് ഇന്ന് അപിടി എന്നുകൊണ്ട് ഹാജരാക്കുന്നു, ഊരിപ്പോകുന്നു. ബാക്കി 1.72 കോടി മൈനസ് 135 കോടി മൈനസ് 1.72 കോടി ബാക്കി UDF നേതാക്കളൊക്കെ അകത്താവാനുള്ള ഒരു വഴിയായിരുന്നില്ലേ? അതിന് കൂമ്പടക്കാൻ എന്തിനാണ് KSIDCയും എക്സാലോജിക്കും നേരിൽ മുന്നിൽ നിൽക്കുന്നത്? ശ്രീ BN ഭാസ്കർ. ഹാഷ്മി, 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ഉൾപ്പെടുന്ന ഒരു അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് നടത്താറുള്ളത്. അപ്പോൾ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ഇക്കാര്യത്തിലുണ്ട്. മറിച്ച് UAPA പോലെ തന്നെ ജാമ്യം ലഭിക്കാതെ ഇതിൽ കുറ്റാരോപിതനാവുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാത്ത രീതിയിൽ ജയിലിലടയ്ക്കുന്നതിനും ഇതിന് കഴിവുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നിടത്താണ് ഒരു പ്രശ്നം. 2, കമ്പനികാര്യ നിയമത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന അരഡസനിലധികം വരുന്ന UDF നേതാക്കന്മാരെയോ ചില മാധ്യമ പ്രവർത്തകരെയോ മാധ്യമ സ്ഥാപനങ്ങളെയോ പരിസ്ഥിതി പ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെയോ പൊതുപ്രവർത്തകരെയോ ഒന്നും ഉൾപ്പെടുത്താനാവില്ല എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. കാര്യം കമ്പനികാര്യ നിയമത്തിൽ ഒരു തരത്തിലും അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയത്തിൽ ഒരു തരത്തിലും ഈ പറയുന്ന അരഡസൻ നേതാക്കന്മാരെയോ പുറത്തു നിൽക്കുന്ന ആളുകളെയോ പിടിക്കാനാവില്ല. CMRLനെയും അതുപോലെ തന്നെ വേണമെങ്കിൽ KSIDCയും ഒരു പരിധിവരെ എക്സാലോജിക്കിനെയും ഒക്കെ ഇങ്ങനെ സംശയത്തിൻ്റെയും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് പിഴയീടാക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിയുമായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും പുറത്തു നിൽക്കുന്ന ഈ UDF നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ പുറത്തു വരാത്ത BJPയുടെ നേതാക്കന്മാരുടെയും പേരുകളുണ്ട്. കാരണം നമുക്കറിയാം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ 133.28 കോടി രൂപ ആർക്കൊക്കെ നൽകി എന്ന് ആ വിധി പകർപ്പിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. ചില പേരുകൾ ഒഴിച്ച് അവർ കേന്ദ്ര ഗവൺമെന്റ് താല്പര്യമുള്ള ചില പേരുകൾ ഒഴിച്ച് അവർ ലക്ഷ്യമിടുന്ന ചില പേരുകൾ ഒഴിച്ച് മറ്റൊരു പേരുകളും പുറത്തു വന്നിട്ടില്ല. കണ്ണുമടച്ച് അരിയാഹാരം തിന്നുന്നവരെന്ന നിലയിൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. കേരളത്തിലെ BJPക്കാർക്കും ഇത്തരത്തിൽ പണം ലഭിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാനാവില്ലല്ലോ. ശ്രീത് പണിക്കർ, ഇതിവിടെ 2019 2019 CMRL പരിശോധന, അതിൻ്റെ
ക്രമക്കേട് കണ്ടെത്തൽ, ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിലേക്ക് എത്തൽ, അതിന് നികുതി അടക്കൽ, അതിനൊക്കെ ശേഷമാണ് മനോരമയിൽ ജോമി തോമസിന്റെ ബൈലൈൻ. 5 വർഷം കേന്ദ്ര സർക്കാരിന് അറിയാം ഈ പറയുന്ന ഗുരുതര ക്രമക്കേട് അവിടെയുണ്ട്, പൊളിറ്റിക്കൽ കറപ്ഷനാണ് എന്ന് നല്ല ഒന്നാന്തരം എഴുതി വെച്ചിരിക്കുന്ന ആ ഉത്തരവ് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്, കേന്ദ്ര സർക്കാരിന് അറിയാം. ഇവിടെ വി മുരളീധരൻ അറിയില്ല, PR ശിവശങ്കർ അറിഞ്ഞിട്ടില്ല, കെ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ശരി, അതിനുശേഷം ഈ പറയുന്ന ഉത്തരവ് ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വളരെ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പ്രകടനം നമ്മൾ എവിടെയും കണ്ടോ? BJP ഏതെങ്കിലും തരത്തിൽ അതിശക്തമായ എന്താണ് ഒരു പ്രതിഷേധ സ്വരമുയർത്തി നമ്മൾ കേട്ടോ? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ അഴിമതിയുടെ വളരെ 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 പ്രകടമായ ദൃഷ്ടാന്തം പുറത്തു വന്നിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് വല്ലാത്ത മൗനം? ശ്രീത് പണിക്കർ, ആ മൗനം നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഹാഷ്മി. ഈ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് സഭയിൽ അവതരിപ്പിക്കാനായിട്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചത്? പൊതു ഇടങ്ങളിലൊക്കെ തന്നെ എന്ത് രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായത്? ഏതൊരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും സംഘടനാ ചുമതല വഹിക്കുന്ന ആൾക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരല്പം സ്വരം കടുപ്പിച്ച് സംസാരിച്ച് തുടങ്ങിയത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സമയത്ത് മാധ്യമങ്ങൾക്കടക്കം ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ സഭയ്ക്കകത്തോ പുറത്തോ നടത്തുന്ന ഒരേ ഒരാളെ ഉള്ളൂ എന്നായിരുന്നു. അത് ശ്രീ മാത്യു കുഴൽനാടനായിരുന്നു. ഇപ്പൊ ഈ SFIO എൻക്വയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അത് ശ്രീ ഷോൺ ജോർജായി മാറുന്നു. അദ്ദേഹം അന്ന് BJP ചേരുന്ന സമയത്തല്ല, അതിനു മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനുശേഷവും അത് തുടരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ പിന്നിലേക്ക് പിടിച്ച് വലിക്കുന്നതിന് കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കമ്പനിക്കാരൊക്കെ തന്നെ കൊടുത്തിരിക്കുന്ന പണം തന്നെയാകാം. അല്ല ശ്രീത് പണിക്കർ, അത് മാത്യു കുഴൽനാടന്റെ പോരാട്ടമായിരുന്നു, ഷോൺ ജോർജിന്റെ പോരാട്ടമാണ്. അതല്ലാതെ അത് കോൺഗ്രസിന്റെ പോരാട്ടമല്ല. ഷോൺ അന്ന് എന്താണ് അപ്പൊ ജനപക്ഷവും BJPയുടെ പോരാട്ടമല്ല, ഇത് വ്യക്തികളുടെ പോരാട്ടമാണ്. ശ്രീത് പണിക്കർ, ഇവിടെ ഇത്ര ഗുരുതരമായ ഈ സംഗതികൾ കേന്ദ്ര സർക്കാർ അറിയാം എന്നിരിക്കലും ഷോൺ പരാതി കൊടുക്കുന്നതിന് മുമ്പ് കമ്പനികാര്യ മന്ത്രാലയത്തിൽ ഒരു നീക്കവും തീരുമാനം ഉണ്ടായിട്ടില്ല. ഷോൺ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നീക്കവും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട് ശ്രീത് പണിക്കർ. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, നമ്മൾ ചർച്ച ചെയ്യുന്ന എത്രയോ വിഷയങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അനന്തമായിട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്ന ലാവലിൻ വിഷയത്തിൽ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള ഒരു ചിന്തയാണിത്. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഒരു കേസ് ഇങ്ങനെ അനുസ്യൂതം ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മാത്യു കുഴൽനാടന്റെയോ അല്ലെങ്കിൽ ഒരു ഷോൺ ജോർജിന്റെയോ ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിലത്തേക്ക് മാത്രം ഈ വിഷയത്തിനെ നമ്മൾ കണ്ടാൽ മതി എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ട്, കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കാശ്മി, ഈ സർക്കാരിനെതിരെ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ സമയം മുതൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സമയത്ത് ശ്രീ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെളിവ് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തെളിവിന്റെ അഭാവത്തിൽ പോലും ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഓർഡർ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്ന ഘട്ടമൊക്കെ കടന്നിട്ട് അതൊരു കണ്ടെത്തലായിട്ടും അതൊരു ഉത്തരവുമായിട്ടും അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ നിലയ്ക്കുള്ള പ്രക്ഷോഭം മാത്രം നമ്മൾ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കണ്ടാൽ മതിയോ? പോരാ. അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്ന നടപടികൾ നോക്കൂ. നമ്മുടെ ഇവിടെ ഇപ്പൊ വീണയുടെ കമ്പനിയെ മാറ്റി നിർത്തുന്നത് ഒരു വ്യക്തിയുടെ കമ്പനിയാണെന്ന് പറയാം, അല്ലെങ്കിൽ വ്യവഹാര നടപടികൾ നടക്കുന്നത് ബാംഗ്ലൂരിലാണ് എന്ന് പറയാം. ഇവിടെ KSIDC ഉണ്ടല്ലോ. KSIDC എവിടെയാണ്? നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, സർക്കാരിന് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനമാണ്, സർക്കാർ നിയന്ത്രിക്കുന്ന, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ IAS മറ്റും ഇതിന്റെ അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ അവരവിടെ പോയിട്ട് ഈ വീണ പറയുന്ന അതേ വാദങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞില്ലേ? നമ്മുടെ കമ്പനി ആക്ടിൽ 2013 കമ്പനി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് KSIDCക്ക് ഒരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉള്ളപ്പോൾ ആ സ്ഥിരം ഡയറക്ടർക്ക് അതിൽ പറയുന്ന സെക്ഷൻ 128 അനുസരിച്ച് ഈ ബുക്ക് അക്കൗണ്ട്സ് ഒക്കെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറയാൻ എംപവേർഡ് ആണ്. പക്ഷെ അങ്ങനെ എംപവേർഡ് ആയിട്ടും ഈ KSIDC എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഞങ്ങൾ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുണ്ടെന്ന് കേട്ടു, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും പറഞ്ഞ് വിശദീകരണം ചോദിക്കുന്നു. അതും ഈ പറഞ്ഞതുപോലെ മനോരമ പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. മറുപടി കിട്ടാത്തപ്പോൾ എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ എപ്പോഴാണ്? ഇതൊക്കെ വന്നതിന് ശേഷം, മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും. എന്നിട്ട് ഈ ഏറ്റവും ഒടുവിൽ ROC കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ KSIDC ഫയൽ ചെയ്യുന്ന റിപ്ലൈയിൽ പോലും ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതായത് ഒന്ന്, ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു; രണ്ട്, ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയുന്നില്ല. അപ്പോൾ അതേ സമയത്ത് കമ്പനീസ് ആക്ടിന്റെ 128 സെക്ഷൻ അനുസരിച്ച് ഈ സ്ഥിരം ഡയറക്ടർക്ക് എൻക്വയർ ചെയ്യാമായിരുന്നു. അത് കിട്ടിയില്ല എങ്കിൽ അതിന് നടപടിയുണ്ട്. ഇനി അതല്ല എങ്കിൽ ഇവർക്ക് ഈ സെറ്റിൽമെന്റ് ഓർഡറിന്റെ ബോർഡിന്റെ എന്ന് പറഞ്ഞൊരു ഉത്തരവാണല്ലോ, ആ ഉത്തരവ് അവിടെ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഉത്തരവ് അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഉത്തരവിന്റെ വെളിച്ചത്തിൽ
ഈ KSIDCയിലുള്ള ആൾക്കാർക്ക് അവിടെ പറയാമായിരുന്നു CMRL ഞങ്ങൾക്ക് ഡയറക്ടർ ഉള്ളതാണ്, അതുകൊണ്ട് അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അതുകൊണ്ട് ഇതിനെ ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം ഉണ്ടായില്ല. അപ്പൊ നേരെ മറിച്ച് ഇവരെല്ലാവരും പറയാൻ എന്നിട്ട് ശ്രമിച്ചത് എന്താണ്? ROCയുടെ അടുത്താണെങ്കിലും കോടതിയിലാണെങ്കിലും പോയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, അതായത് ഈ നടത്തിയിരിക്കുന്ന അന്വേഷണം എന്ന് പറയുന്നതെല്ലാം ആർബിട്രറിയാണ്, ഇത് ഏകപക്ഷീയമായിട്ട് അവർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം ബാഡ് ഇൻ ലോ ആണ്, ഇതൊക്കെ തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറുകളാണ്, ഞങ്ങൾക്ക് സ്വാഭാവിക ജസ്റ്റിസ് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഭാഗം ആരും ചോദിച്ചില്ല, ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചില്ല. നോക്കൂ, ഈ ബാംഗ്ലൂരിലെ ഹൈക്കോടതിയിൽ പോയി പറയുന്നതും നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയി പറയുന്നതും ഈ രണ്ട് ബോഡികൾക്കും ഒരേ ശബ്ദമാണ്. വീണ വിജയന്റെ എക്സാലോജിക്കിനും ഒരേ ശബ്ദം, KSIDCക്കും ഒരേ ശബ്ദം. അപ്പൊ ഞാൻ പറഞ്ഞത് തൽക്കാലത്തേക്ക് വീണ വിജയൻ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് എന്ന രീതിയിലത്തേക്ക് മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം KSIDCയുടെ കാര്യത്തിലെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ആ ഉത്തരവാദിത്തമില്ല. അവരെവിടെ പറഞ്ഞതിന് ശേഷവും ഇവിടെയുള്ള നേതാക്കന്മാർക്കൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സാമട്ടാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇവരുടെ ബെനിഫിറ്റുകളൊക്കെ കിട്ടിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞല്ലോ, നമുക്ക് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറഞ്ഞു. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, അഭിപ്രായം, ആർട്ടിക്കിളുകൾ ഇതൊക്കെ വന്നിരുന്ന ആരുടെ ഭാഗത്തു നിന്നാണ്? CPMന്റെ ഭാഗത്തു നിന്നാണ്. എന്നിട്ട് CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹത്തിന്റെ ഇനിഷ്യലുകൾ അവിടെ വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണമെന്ന് ഭരണപക്ഷത്തിനും താല്പര്യമില്ല, പ്രതിപക്ഷത്തിനും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. കാരണം എന്താ? ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പാർട്ടിയിലേക്കുള്ള ഫണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് നോക്കൂ, ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കർത്തായുടെ വാക്കുകളെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വായിലേക്ക് പണം തിരികെ പറ്റുള്ളൂ. അത് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാം, പാർട്ടികൾക്ക് കൊടുക്കാം, മാധ്യമങ്ങൾക്ക് കൊടുക്കാം, ആരാധനാലയങ്ങൾക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഈ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം കയ്യിൽ കിട്ടിയതിനു ശേഷവും, അതായത് ഈ പാർട്ടികൾക്കുള്ള മഹാമൗനം അത് കയ്യിൽ അരകുഞ്ചര എന്ന് പതുക്കെ പറയുന്നത് പോലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പതുക്കെ പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് പോകുന്ന അല്ലാതെ ഒരു പ്രതിപക്ഷ പാർട്ടികളും ആത്മാർത്ഥതയോടെ ഉള്ള ഒരു സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടില്ല. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ BJP കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് PR ശിവശങ്കർ ഉറച്ചു പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഉറച്ചു പറയാൻ കഴിയാതിരിക്കെ എക്സാലോജിക്കിനെതിരെ അല്ലെങ്കിൽ KSIDCക്കെതിരെ സമരം നടത്തിയാൽ അത് CMRനെതിരായ സമരമാകും എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ BJP അടക്കം മിണ്ടില്ല. ശ്രീ PR ശിവശങ്കർ, ഏതാണ്ട് വഴിപാട് പോലെയുള്ള കുറച്ച് പ്രസ്താവനയ്ക്കപ്പുറം. ഹഷ്മി, ഈ CMRന്റെ നിന്ന് പണം BJP വാങ്ങി എന്നുള്ളതിന് ഹഷ്മിയുടെ വല്ല തെളിവുണ്ടോ? അപ്പോൾ അത്തരത്തിൽ തെളിവുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, BJPയുടെ ഒരു നേതാവിൻ്റെ പേരും ഇതുവരെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ അന്വേഷണം നടന്നതിൽ അല്ലെങ്കിൽ എക്സാലോജിക്കിനോ പിണറായി വിജയനോ പറയാമല്ലോ ഇവരും മേടിച്ചിട്ടുണ്ടെന്ന് അത്തരത്തിൽ കണക്കുണ്ടെങ്കിൽ. CPMന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അല്ല, PR ശിവശങ്കർ, ഞാൻ പറയുന്നത് PR ശിവശങ്കർ വ്യക്തിപരമായി വേണമെങ്കിൽ നേർക്കുനേർ പറയാം, അല്ലെങ്കിൽ വളച്ചു കേട്ടാൽ നേർക്കുനേർ പറയാം, BJP കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന്. ഇപ്പം അങ്ങ് BJPയുടെ വക്താവാണ്, ഔദ്യോഗികമായി പറയാം. അങ്ങേക്ക് പറയാൻ കഴിയാതെ അതിൽ പേരുണ്ടോ, പുറത്തുനിന്ന് പേരുണ്ടോ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ തെളിവുണ്ടോ? തെളിവില്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഹഷ്മി വാങ്ങിച്ചിട്ടുണ്ട്, 24 വാങ്ങിച്ചിട്ടുണ്ട് 40 കോടി രൂപ എന്ന് ഞാൻ പറഞ്ഞാൽ ഹഷ്മി എന്ത് ഉത്തരം പറയും? അസംബന്ധമാണ്, ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ തെളിവില്ലെങ്കിൽ അസംബന്ധമാണ്, ഇല്ല എന്ന് ഞാൻ പറയും. ഞാനും പറയുന്ന അസംബന്ധമാണെന്ന്. BJP കരിമണൽ കർത്തായിൽ നിന്ന് ഒരു ആനുകൂല്യം പറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ ആ ഭാഷ ഉപയോഗിച്ചില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ല, BJP കരിമണൽ കർത്തായുടെ ഭാഗത്തു നിന്നും കരിമണൽ കർത്തായുടെ പറ്റിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, 89 മുതൽ 2024 വരെയുള്ള ഈ സമയത്ത് കരിമണൽ കർത്തായിൽ 5 പൈസ വാങ്ങിയിട്ടില്ല BJP, അല്ലേ PR ശിവശങ്കർ? അല്ല, അവിടെ ലോക്കൽ വല്ല പ്രവർത്തകർ വല്ല ആവശ്യത്തിന് വാങ്ങിയിട്ടുണ്ടാവും, അല്ലാണ്ട് വലിയ നേതാക്കൾ വന്നു വലിയ പണമൊന്നും വാങ്ങിയിട്ടില്ല. അതിനുള്ള ഗുണം BJPയുടെ ഞങ്ങൾക്ക് ഭരണമില്ലല്ലോ, പ്രതിപക്ഷങ്ങളുമില്ല, അവിടെയുള്ള MLAയുമല്ല, പിന്നെ ഞങ്ങൾക്ക് പണം തന്നിട്ട് കർത്താവിന് എന്ത് കിട്ടാനാ? അപ്പോൾ ഗുണം കിട്ടാത്ത ജനറൽ മാനേജർ നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് സർ. നിങ്ങൾ സത്യത്തിൽ CMR ജനറൽ മാനേജർ കർത്തായുടെ സഹോദരൻ നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അവിടെ തൊഴിലാളി യൂണിയൻ ഉണ്ട്, തൊഴിലാളി യൂണിയനിൽ BMS ഉണ്ട്, BMS-ഉം CAT-യും INTUs കൂടെ സമരം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടല്ലേ? അതല്ല, നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘ് RSSന്റെ വ്യാപാരി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അജിത് കർത്ത. സർ, RSSന്റെ വ്യാപാരി വ്യവസായ സംഘം എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത് പ്രവർത്തനമല്ല, സംസ്ഥാന അധ്യക്ഷൻ.
അല്ല, അതിന് തെറ്റെന്താണെന്ന് ഞാൻ ചോദിക്കണം. എനിക്ക് ഒരു പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അയാളുടെ കമ്പനിയുടെ ചെയർമാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അയാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ സംഘടനയിലോ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പല ഈ സംസ്ഥാനത്തെ പല പത്രപ്രവർത്തകർക്കും പലയിടത്തും പ്രവർത്തിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല അങ്ങനെ നിയമം ഉണ്ടെന്ന്. ഞാൻ പറയുന്നത് ഇത് സർ, ഇവിടെ 135 കോടി രൂപ ഒരു കമ്പനി നടത്താൻ 135 കോടി രൂപ ഇവിടെ വാരി എറിഞ്ഞ കഥ പറയുകയാണ്, കൈക്കൂലി കൊടുത്ത കഥ പറയുകയാണ് CMR എന്നുള്ള കമ്പനി. അതാണ് അവിടെ രേഖാമൂലം എഴുതി വെച്ചിരിക്കുന്നത്. ആ കമ്പനിയുടെ ഏതെങ്കിലും അവിടെ സ്വീപ്പറായി പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ കമ്പനിയുടെ ജനറൽ മാനേജറായ കരിമണൽ കർത്തയുടെ സഹോദരൻ അജിത് കർത്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സംഘടനയുടെ അധ്യക്ഷൻ. പോട്ടെ, അത് മാത്രം അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കുള്ളൂ. അല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ 135 കോടിയല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ മുടക്കിയിട്ടുണ്ടാവും. ഇത് കണക്കിൽ പെടുന്ന അല്ലെങ്കിൽ കണക്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം വേണം. ആ അന്വേഷണമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇരു മുന്നണികളും പല കാലങ്ങളായി ഭരിച്ചിട്ടും എത്രയോ വർഷങ്ങളായിട്ട് ഈ CMR നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ KMML നിന്ന് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കരിമണൽ ഊറ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നിരുന്നോ? സംസ്ഥാനത്ത് ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനെ പൂർണ്ണമായും, ഇപ്പോൾ അടുത്ത കാര്യം KSIDCക്ക് ഇത്ര കോടി നഷ്ടമുണ്ടായിട്ടും ഇതുവരെ എന്തുകൊണ്ട് KSIDCയിലെ അവിടുത്തെ ഡയറക്ടർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല? ആ CMRLലെ ഡയറക്ടർ കൂടിയാണല്ലോ ഇപ്പോൾ KSIDCയുടെ ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥനെതിരെ പോലും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത KSIDCയെയോ അതിൻ്റെ വ്യവസായ വകുപ്പിനെ കുറിച്ചോ നിങ്ങൾക്കാർക്കും ഒരു അധിക്ഷേപമില്ല. നിങ്ങൾ നിശബ്ദരാണ്. നിങ്ങളെല്ലാം പിണറായി വിജയൻ്റെ കൂടെ എതിരാണ് മാത്രം പറയുന്നത്. തീർച്ചയായിട്ടും പിണറായി വിജയനെയും എക്സാലോജിക്കിനെയും തീർച്ചയായിട്ടും എതിർക്കണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മറ്റു പലരും കൂടിയുണ്ട്. ഈ ഇത്തരത്തിലുള്ള വ്യവസായ വകുപ്പിനെ നിയന്ത്രിക്കുന്നവരും അതിൻ്റെ ഭാഗമായിട്ടുള്ളവരുമുണ്ട്. എന്തുകൊണ്ട് KSIDCനെതിരെ നടപടിയെടുത്തിട്ടില്ല? ഇത് CMRൽ മാത്രമാണോ? KSIDC എന്തോരം സ്ഥാപനങ്ങൾക്ക് നമുക്കറിയാം തെറ്റായ രീതിയിൽ ലോൺ കൊടുത്തിട്ട് 40 കോടി രൂപ നഷ്ടം വരുത്തിയെന്ന് C&AG റിപ്പോർട്ടില്ലേ? KSIDCയുടെ തന്നെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്ഥാപനം 400 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ട് 40 കോടി രൂപ GST ടാക്സ് പിടിച്ചതിന് ജയിലിൽ കിടക്കുന്നില്ലേ ആൾ? അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ആ ഷെയർ റിട്ടേൺ വാങ്ങിച്ചോ? ആ നഷ്ടം മുഴുവൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളതല്ലേ? ഇവിടെ അരിവാൾ രോഗം പിടിച്ചിട്ട് അവർക്ക് പെൻഷൻ നൽകാതെ മരിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ KSIDCയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നടപ്പാക്കുന്ന വലിയ സ്ഥാപനങ്ങളിൽ 400 കോടി രൂപയുടെ എല്ലാം തെറ്റായ രീതിയിലുള്ള അഴിമതി, 133 അല്ല 400 കോടി, അതിൽ 40 കോടി ഡയറക്റ്റ് GST വെട്ടിപ്പ്, അത് പിടിച്ചിട്ട് എന്നെങ്കിലും ഹാഷ്മി ഒരു ചർച്ച നടത്തിയോ? ആ ഫോട്ടോ നിങ്ങൾ കാണിച്ചോ? അപ്പം നിങ്ങൾക്ക് ചില ആളുകളെ താല്പര്യമുണ്ട്. CMR കഥ പരസ്യം തരാത്ത കാരണം നിങ്ങൾക്ക് അയാൾക്കെതിരെ പറയുന്നു. സന്തോഷം, പറയാനെന്നെ വേണം. ഇതിനേക്കാൾ വീരന്മാരുണ്ട് എന്ന് കൂടി പറഞ്ഞതാണ്. എന്തിനാണ് CMRനോട് സോഫ്റ്റ് കോർണർ? എനിക്കെന്താ സോഫ്റ്റ് കോർണർ? നിങ്ങൾ പിടിച്ചകത്തിടുന്നേ. താങ്കൾ എന്തിനാണ് എനിക്കെന്താ പ്രശ്നം? സർ, താങ്കൾ എന്തിനാണ് CMRൽ കൈക്കൂലി കൊടുത്തതിനെ കുറിച്ച് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് വന്ന PR ശിവശങ്കർ CMRനെ പറ്റി പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളുന്നത് എന്തിനാണ്? ഇവിടെ CMRനെ പറ്റി ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ആരോപണ രൂപത്തിൽ പറയുന്നതല്ല. അവിടെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പറയുന്ന ഒരു ആധികാരിക സംവിധാനം അന്വേഷിച്ച് കണ്ടെത്തിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർ 135 കോടി രൂപ കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം കൈക്കൂലി കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പം ആ കൈക്കൂലി വാങ്ങി ഞാനുണ്ട്, എന്നെ പിടിച്ചാത്തിട്ടുണ്ടേ, എൻ്റെ സ്ഥാപനം ഉണ്ടെങ്കിൽ അവരെ പിടിച്ചാത്തിട്ടുണ്ടേ. നിങ്ങൾക്കൊന്നും പറയാനില്ല ആ വിഷയത്തിൽ. അപ്പോൾ CMRനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അങ്ങ് എതിരെ പറയുന്ന വാർത്ത കൊടുക്കുകയാണോ? ഞാൻ പറഞ്ഞത് CMRനെ കുറിച്ച് നിങ്ങൾ 23 മണിക്കൂറും വാർത്ത കൊടുക്കൂ. പക്ഷേ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ മുൻപിലെല്ലാം വാർത്തകളായിട്ട് വന്ന ഒരു സ്റ്റീൽ കമ്പനിക്കെതിരെ 1 മണിക്കൂർ വേണ്ട, 1 മിനിറ്റെങ്കിലും വാർത്ത കൊടുക്കാൻ തയ്യാറായെന്നേ ചോദിച്ചുള്ളൂ. CMRനെ കൊണ്ട് നിങ്ങൾ നിരന്തരം കൊടുത്തോളൂ, ഒരു സംശയവുമില്ല. എക്സാലോജിക്കിനെതിരെയും പിണറായി വിജയനെയും കൊടുത്തോളൂ, എനിക്ക് ഒരു സംശയവുമില്ല, കൊടുക്കണം. പക്ഷേ ഒരിക്കൽ പോലും ചർച്ച ചെയ്യില്ല എന്നുള്ള വാശി എന്താണ് ഇത്തരത്തിലുള്ള GSTയിൽ അകത്ത് കിടന്ന ആളെ കുറിച്ചിട്ട്? അതല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് 40 കോടി രൂപ തെറ്റായ രീതിയിൽ ലോൺ കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ എന്തിനാണ് 2-3 മണിക്കൂർ ചർച്ച ചെയ്യാം. ഷോൺ, ഇന്നിപ്പോൾ എന്താണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടാകുന്നു. താങ്കളുടെ ഇടപെടലാണ് അതിൻ്റെ വ്യവഹാര വഴി അത്രത്തോളം പുരോഗമിച്ചത്. ഇന്നിപ്പോൾ കർണാടകയിൽ ഉണ്ടാകുന്ന വിധി അത് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിനും വീണ വിജയനും മാത്രമുള്ള തിരിച്ചടിയാണോ അതോ മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണോ ഷോൺ? മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ കാലം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും
നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞ് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു, അതിനുശേഷം മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു, അതിനുശേഷം തല ഉയർത്തിപ്പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു, ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് മാത്രമാണ് മകൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതെല്ലാം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ എക്സാലോജിക് കമ്പനി വഴി മുഖ്യമന്ത്രിക്ക് കിട്ടാനുള്ള പണം അല്ലെങ്കിൽ അഴിമതി പണം എക്സാലോജിക്കിലൂടെ ഒരു വിഹിതം മാത്രം വന്നിട്ടുള്ളൂ. എൻ്റെ അന്വേഷണം എന്ന് പറയുന്നത്, എൻ്റെ പരാതി എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് ഉള്ളിലല്ല നിൽക്കുന്നത്. 2019 അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് 19 വരെയുള്ള കാലഘട്ടത്തിലെ വിഷയങ്ങളാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണന വന്നത്. ആ 19 ശേഷം ഇന്നലെ വരെയും അല്ലെങ്കിൽ 2023 ഡിസംബർ 18 വരെയും ഈ അനധികൃത ഇടപാടുകൾ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ 19 വരെ മേടിച്ചത് അത്രയാണെങ്കിൽ 19 ശേഷം 23 ഡിസംബർ വരെ എന്തൊക്കെ ആരൊക്കെ വാങ്ങിക്കൂട്ടി, ഇതെല്ലാം ജനം അറിയണ്ടേ? ഇതെല്ലാം നമ്മുടെ സ്വത്തല്ലേ? ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല, പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ കാശില്ല, പാവപ്പെട്ടവന് വീട് പണിയാൻ കാശില്ല, ഇവിടെ പൊതുകാര്യങ്ങൾക്ക് കോൺട്രാക്ടർമാർ ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നില്ല, കാരണം വർക്ക് എടുത്താൽ സർക്കാർ പൈസ കൊടുക്കലെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ദാരിദ്ര്യത്തിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഇവിടെ കേരളത്തിന്റെ തനത് സ്വത്ത്, കേരളത്തിന്റെ സ്വന്തം സ്വത്തായ, കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വത്തായ കരിമണല് ഇവിടെ മുഖ്യമന്ത്രിയും കുറെ ആളുകളും കൂടെ കൊള്ള ചെയ്ത് മറച്ചു വയ്ക്കുന്നു. ഇവിടെ പാവപ്പെട്ടവൻ ഇവിടെ ജീവിക്കാൻ മേലാതെ നാട് വിടുന്നു. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ? അതുകൊണ്ട് തന്നെ ഇത് ഒരു CMRLോ KSIDCയിലോ എക്സാലോജിക്കിലോ വീണാ വിജയനിലോ പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിന്റെ ധാതുമണലിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ സ്വത്തായി തിരികെ പിടിക്കേണ്ടതായിട്ടുണ്ട്. ഷോൺ, ഈ SFIO അന്വേഷണ പ്രഖ്യാപനത്തിന് ശേഷം CPMന്റെ വളരെ വികറസായുള്ള പ്രതികരണങ്ങൾ, പ്രതിരോധം തീർക്കുന്ന പ്രതികരണങ്ങൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ ഈ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് ആ കമ്പനിയുടെ ഉടമസ്ഥയും വിശദീകരിക്കട്ടെ എന്നാണ്. CPMന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ ഷോൺ? ഒന്ന്, SFIO എന്ന് പറയുന്ന ഏജൻസിയുടെ അന്വേഷണം, അതിന് SFIO എന്നുള്ള ഏജൻസിയുടെ അധികാരങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ആകുലതകൾ ആർക്കും സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ജനുവരി 31 SFIO എൻക്വയറി ഓർഡർ ചെയ്യുന്നത്. അതിനുശേഷം ഏറെക്കുറെ 4-5 വർക്കിംഗ് ഡേ കിട്ടിയിരുന്നു. പക്ഷെ ആ വർക്കിംഗ് ഡേയിൽ എവിടെയും ഇത്തരത്തിലുള്ളൊരു അന്വേഷണം, ഇത്തരത്തിലുള്ള കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ KSIDCയിലും CMRലും റെയ്ഡിന് ശേഷം വലിയ വിഭ്രാന്തിയാണ് ഈ പറയുന്ന ആളുകളുടെ ഭാഗത്തുണ്ടായത്. കാരണം ഈ 2 സ്ഥലങ്ങളിലും SFIO നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുള്ള നിർണായകമായ രേഖകൾ ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതുകൊണ്ട് തന്നെ ആകാം ഇവർക്ക് ഇത്രയും വലിയ ആകുലത ഉണ്ടാകാൻ കാരണം. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ഷോൺ ജോർജ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് പോലെ കേരളത്തിന്റെ കരിമണൽ കൊള്ളയടിക്കുന്ന വിശാലമായ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, അതിന് പണം കൊടുത്തവരിലേക്ക്, കരിമണൽ കോടികൾ വാരിയെറിഞ്ഞ് വിലക്കെടുത്തവരെ കുറിച്ചൊക്കെ അന്വേഷണം അങ്ങനെ വിപുലമായി പോകും എന്ന് ഇപ്പോഴും കരുതാനായോ? നേരത്തെ പറയുന്ന പോലെ 5 വർഷം കേന്ദ്ര സർക്കാരിന്റെ അട്ടത്ത് വളരെ സുഷുപ്തിയിലായിരുന്നു ഈ റിപ്പോർട്ട്. അതിനുശേഷം അന്വേഷണം ഏത് രീതിയിലാണ് ഇതുവരെ എത്തിയത്? അതിൽ ഷോണിന്റെയും മാത്യുവിന്റെയും വ്യക്തിപരമായ പോരാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ജോസഫ് സി മാത്യു, ഈ രേഖകളൊക്കെ വളരെ നക്ഷത്രം പോലെ ഉണ്ട് എന്നിരിക്കെ SFIOയ്ക്ക് കൊടുക്കുന്ന 8 മാസത്തെ അന്വേഷണ കാലാവധി പോലും ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഷോൺ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് പോലെ അന്വേഷണം അങ്ങനെ പടർന്നു പന്തലിച്ചെല്ലാം ക്ലീനാക്കും എന്ന് കരുതാനായോ ജോസഫ് സി മാത്യു? ഹാഷ്മി, ഒന്നാമത് SFIOയ്ക്ക് കൊടുത്തിരിക്കുന്ന 8 മാസം എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ മാത്രമാണ്. SFIOയ്ക്ക് തീരുമാനിക്കാം എന്നാണ് നിയമത്തിലെ വിവക്ഷ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ 8 മാസം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൂടുതൽ എടുത്തുകൂടാ എന്നൊന്നും അതിന് അർത്ഥമില്ല. രണ്ടാമത്, ഈ വിഷയത്തിൽ ഹാഷ്മി ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് 2018-19 അസസ്മെൻ്റ് ഇയറിലെ ഒരു കാലയളവിലെ തുക മാത്രമാണ് നമ്മൾ ഈ 135 കോടി എന്നൊക്കെ പറയുന്നത്. ഇത് അവർ ഒരു ലാഭവുമില്ല എന്ന് പറഞ്ഞ് അവർ വലിയ കളവുകൾ കാണിച്ചപ്പോൾ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ബാക്കി പത്രമായി പുറത്തു വന്നതാണ്. ഇതിന് മുൻപും ഇവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു.
ഇത് നമുക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടും കൂടെയാണ് ഞാൻ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ചോദിക്കട്ടെ, ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അവർ അതിൽ ഇടപെട്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തികളെക്കുറിച്ചുള്ള വിവരം ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വെറുതെ വന്നിരുന്ന് പറയല്ല, ഇത് നേരത്തെ ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇതിന് മുൻപുള്ള വർഷങ്ങളിലെ അന്വേഷിച്ചാലും ഇതിന് ശേഷമുള്ള വർഷങ്ങളിലെ അന്വേഷിച്ചാലും ഇത് വലിയ ഒരു അക്ഷയപാത്രം പോലെ ഇവിടുത്തെ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു അക്ഷയപാത്രമായിരുന്നു ഈ മേഖല എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അതിലേക്ക് CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവും കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ ധാരണയെങ്കിലും അതൊരു ലോക്കൽ നേതാക്കന്മാരൊക്കെ നേരത്തെ ഉണ്ടാവുമായിരിക്കും, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ. ഇത്തരത്തിലൊരു ഉന്നത നേതാവ് ഇങ്ങനെ ഇതിലേക്ക് വന്നുപെട്ടു എന്നുള്ളത് ഒരു പുതിയ സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് ഇതിൽ പുതുമ, അല്ലെങ്കിൽ ഇതിൽ പുതുമയില്ല. അപ്പോൾ അത് തെളിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. ഇതിൻ്റെ രേഖകൾ രാജ്യത്തെ വളരെ ഉന്നതമായ ഒരു ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും 2018 മുതൽ നടന്നില്ല എന്ന് പറയുന്നത് കളവാണ്. ഇവിടെ അന്വേഷണം നടന്നിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണം നടന്നിരുന്നു. ആ അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരോക്ഷമായി നിയമസഭയിലും പുറത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം ഇപ്പോൾ തന്നെ അതിനുശേഷം ഇപ്പോൾ പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, ഷോണൊക്കെ കൊടുത്ത പരാതിയുടെയൊക്കെ പശ്ചാത്തലത്തിലാണെങ്കിലും വേറൊരു അന്വേഷണം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ വിപുലമായ പാർട്ടിയാണ്. അതിൽ ഒരു പറ്റം ഇതുപോലെ സഹായിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരു പക്ഷത്തിന് അതിനെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ടാവും. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ അന്വേഷണം നടന്നോട്ടെ എന്ന് തീരുമാനിച്ചതാണെങ്കിൽ ചിലപ്പോൾ മുന്നോട്ട് പോയേക്കാം. പക്ഷേ ഇത് നേരത്തെ നടന്നതുപോലെയാണെങ്കിൽ ഇത് എങ്ങും എത്തില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അസ്കർ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, 210 എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 212 നടത്തിയത് ശരിയല്ല എന്ന്. എൻ്റെ വിചാരം നിയമപരമായി തന്നെ അത് തെറ്റാണ്. നിങ്ങൾ 212-ൻ്റെ വാചകങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിത്തൗട്ട് പ്രിജുഡിസ് ടു ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 210 വേർ ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഇൻവെസ്റ്റിഗേറ്റ് into the affairs of a company by the Serious Fraud Investigation Office എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അപ്പം 210-നെക്കുറിച്ച് മുൻവിധികളില്ലാതെ കേന്ദ്ര സർക്കാരിന് അവരുടെ അഭിപ്രായത്തിൽ ഒരു കമ്പനിയിൽ സീരിയസ് ഫ്രോഡ് നടക്കുന്നുവെന്ന് കണ്ടാൽ ഏർപ്പെടുത്താവുന്ന ഒരു അന്വേഷണമാണിത്. നമ്മൾ തന്നെ പോലീസ് അന്വേഷണം പ്രത്യേക SIT-യെ നിയമിച്ച് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഞങ്ങൾക്ക് ഇതുവരെ പറയാൻ അവസരം കിട്ടിയില്ല, ഞങ്ങളെ കേൾക്കാതെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എഴുതി വെച്ചിട്ട് ഞങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ലംഘനമാണ്, ഇതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നാൽ നിങ്ങൾ പറയൂ എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ എന്തായിരുന്നു പ്രതികരണം? അതങ്ങനെ മാധ്യമങ്ങളിലൂടെ പറയേണ്ടതല്ല, കോടതി ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞോളാമെന്നാണ്. ഇപ്പോൾ കോടതിയിൽ പോയല്ലോ, എന്താ പറയാത്തെ? എന്തിനാണ് നിയമ നടപടിയിൽ നിന്ന് ഒളിച്ചോടുന്നത്? എന്ത് സേവനമാണ് നൽകിയതെന്ന് പറയാൻ ബാധ്യസ്ഥരല്ലേ? അതുപോലെ ഇവിടെ നേരത്തെ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ തന്നെ സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച പണത്തെക്കുറിച്ച് അറിയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. പൗരന്മാരുടെ വിവരാവകാശത്തിൻ്റെ ലംഘനമാണ് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കടലാസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് PCIT-യുടെ റെയ്ഡും അതിനെ തുടർന്നുള്ള വിവരങ്ങളും എല്ലാം ഉണ്ടല്ലോ. എന്താണിത് പുറത്തുവിടാത്തത്? ഇവർ രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്ത പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തുകൊണ്ടാണ് മറച്ചു വെക്കുന്നത്? അത് ഞങ്ങളുടെ അവകാശമല്ലേ? ഞങ്ങൾക്ക് വിവരാവകാശം ഉണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? ഇനിയെങ്കിലും അത് പുറത്തു വിട്ടൂടെ? എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് തന്നെ വായിച്ചാൽ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവനയാണെങ്കിൽ ആ സംഭാവന ഒരു കമ്പനി കൊടുത്താൽ ആ കമ്പനിക്ക് പൂർണ്ണമായ ആ തുകയ്ക്ക് എക്സംഷൻ ഉണ്ട്. ഇൻകം ടാക്സിൻ്റെ 80GGB എന്നുള്ള വ്യവസ്ഥ പ്രകാരം ആ പണത്തിന് അവർക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. അപ്പോൾ CMRLൻ്റെ പണം രാഷ്ട്രീയ പാർട്ടിക്കുള്ള സംഭാവന ആയിരുന്നെങ്കിൽ അവരിങ്ങനെ കള്ളക്കണക്കിൻ്റെ കൂട്ടത്തിൽ ഇത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ഒറിജിനൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കാണിച്ചുകൊണ്ട് അവർക്ക് ടാക്സ് എക്സംഷൻ ക്ലെയിം ചെയ്യാമായിരുന്നു. അപ്പോൾ അവർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല, അവർ അഴിമതി ആയതുകൊണ്ട് മറച്ചു വെച്ചതാണ്. ഇത് അവരെ CMRLൻ്റെ അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ അവരുടെ ടാലി സോഫ്റ്റ്വെയറിൽ യഥാർത്ഥ അക്കൗണ്ടുകളും ഫേക്ക് അക്കൗണ്ടുകളും രണ്ടായി സ്റ്റോർ ചെയ്തത് CMRL-ആണ്. അവിടെ റെയ്ഡ് നടത്തുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അത് പിടിച്ചെടുത്തിട്ട് ഈ കള്ളക്കണക്കുകളെക്കുറിച്ചുള്ള ചോദ്യത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവർക്ക് ഒന്നൊന്നായി പുറത്തു പറയേണ്ടി വന്നത്. അല്ലാതെ അന്വേഷണത്തിലൂടെ ഇത് തെറ്റ്,
ഇത് ശരി എന്ന് ഇൻകം ടാക്സ് വേർതിരിച്ചെടുത്തതല്ല. അല്ല ഞാൻ ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ അങ്ങനെ വളരെ കൃത്യമായി ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു ഇപ്പൊ രാജ്യത്ത് എത്ര ഇതുപോലത്തെ സ്ഥാപനങ്ങളുണ്ട്, എത്ര കോടികളുടെ ക്രമക്കേടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 1.72 കോടി എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഒരു കമ്പനി അതിൻ്റെ തെറ്റായ വഴിക്കുള്ള പ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, ഒക്കെ മാധ്യമങ്ങൾ, എൻ്റെ മാധ്യമം അതില്ല കേട്ടോ, ഏതേതൊക്കെ മാധ്യമങ്ങളെ, പോലീസിന്, ഉദ്യോഗസ്ഥർക്ക്, ഏതോ ക്ഷേത്രങ്ങൾക്കൊക്കെ പണം കൊടുത്തതിൻ്റെ നഗ്നമായ വെളിപാട് എന്താണ് നക്ഷത്രം പോലെ തെളിയിച്ചു വെച്ചിരിക്കുന്നതാണ് ആ ആദായ നികുതി വകുപ്പിൻ്റെ ആ ഉത്തരവ്. അപ്പോൾ അതിലേക്കൊക്കെ അന്വേഷണം അങ്ങനെ വിശാലമായി പോകും എന്ന് കരുതുന്നുണ്ടോ? വിശാലമായി പോകണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ടോ പി ആർ ശിവശങ്കർ? അശ്മി, അത്തരത്തിൽ വിശാലമായി അന്വേഷിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം SFIO അതല്ലെങ്കിൽ കോർപ്പറേറ്റ് മന്ത്രാലയമോ എന്തിനാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്? അപ്പോൾ കേന്ദ്ര സർക്കാരിനും BJPക്കും ഇത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ല, എതിർപ്പില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. മറ്റേതെങ്കിലും ഭരണകൂടമാണെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണം വരുമോ എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. പിന്നെ മാത്രവുമല്ല, ഇത്തരത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരളത്തിൽ ഏറ്റവും നന്നായി ഈ മുന്നേറ്റം നടത്തിയ ഷോണിനെ BJPയിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യുകയും ഇപ്പോൾ 2 BJPക്കാരെടുത്തിക്കൊണ്ട് ചർച്ചയും ചെയ്യുകയല്ലേ. അത് തന്നെ ഈ ചർച്ചയിൽ വന്ന രാഷ്ട്രീയ നേതാക്കളിൽ രാഷ്ട്രീയ പാർട്ടി ഡയറക്റ്റായിട്ട് വന്നതിൽ BJP മാത്രമാണ്. അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് BJPക്ക് ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നത് ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഇത് ആരെങ്കിലും ഈ KMRൽ നിന്നോ CMRൽ നിന്നോ KSIDCയിൽ നിന്നോ പണം മേടിച്ചാൽ അവരെല്ലാം പുറത്തു വരണം, അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ പുറത്തു വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താങ്കൾ വളരെ ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കഥ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയിൽ കർത്താവിൻ്റെ ഭാര്യ സഹോദരനുണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ ഒരിക്കലും പറയില്ല. എങ്ങനെ മറ്റ് ബന്ധപ്പെട്ട മറ്റു അഴിമതികൾ അന്വേഷിക്കരുത് എന്ന് വാശിയുള്ളത് പോലെ ഇപ്പം ഞാൻ കേസ് അല്ല ഞാൻ അപ്പോൾ പോട്ടെ. അപ്പോൾ കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രൈവറ്റ് ലിമിറ്റഡ്, ആ ലിമിറ്റഡിലെ അഴിമതിയെക്കുറിച്ച് താങ്കൾ പഠിക്കില്ല, താങ്കൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ നൈതികത, അതിലിപ്പോൾ പിണറായി വിജയൻ മാത്രമേ തെറ്റ് ചെയ്തുള്ളൂ. ചക്കിട്ടപ്പാറ ഒരു ഇരുമ്പ് സ്ഥാപനം ആരുടെ ഭരണകാലത്തായിരുന്നു? അവിടെ MSPL എന്നുള്ള ഒരു ഓർഗനൈസേഷൻ CBI അന്വേഷിക്കുന്ന പിന്നെ ഒരു തെളിവുമില്ലാതെ ഇരുമ്പ് എടുക്കാൻ കൊടുത്തത് ഏത് കാലഘട്ടത്തിലായിരുന്നു? അപ്പോൾ ഈ ഖനന സമയത്ത് കേരളത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണിയെല്ലാം ഏത് കാലഘട്ടത്തിലും വലിയ രീതിയിൽ അഴിമതി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ KCCPLൻ്റെ സ്ഥാപനം ആരാണ് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും താങ്കളുടെ ഒരു റിപ്പോർട്ടറെ അവിടെ വിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക് കണ്ണൂർ. അപ്പോൾ അറിയാം ഇതിലത്തെ കഴിമതി. ഞാനപ്പോൾ ഇതും കൂടെ അന്വേഷിക്കണം എന്നേ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ചും അന്വേഷിക്കാം, ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1.7 crore ഫ്രോഡ് അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് അതല്ല ഈ SFIOനെ പോലുള്ള ഏജൻസികൾ സാധാരണ അന്വേഷിക്കാറുള്ളത്. SFIOനെ സംബന്ധിച്ചോളം 1,75,00,000 എന്നൊക്കെ ഉള്ളത് ചെറിയ ഒരു എമൗണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇത് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ അഴിമതിയുടെ പല കണ്ണികളും നേരിട്ട് എക്സാലോജിയിലേക്ക് പോകുന്നു. അത് നേരത്തെ സ്പ്രിംഗ്ലർ അടക്കമുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള വലിയ അഴിമതി പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് SFIOൻ്റെ അന്വേഷണമാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള അക്കൗണ്ടിലേക്കും പോകുവാൻ കൂടുതൽ സുരക്ഷിതം എന്നുള്ളത് കൊണ്ടാണ് SFIOൻ്റെ അന്വേഷണം ഇവിടെ കൂടുതൽ ഗുണകരമാവുന്നത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഷോൺ ജോർജ് അടക്കം കാനഡയിലുള്ള അക്കൗണ്ട് കണ്ടുപിടിച്ചതുപോലെ മറ്റുള്ള പല രാജ്യങ്ങളിലുമുള്ള അക്കൗണ്ടുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഞാൻ മനസ്സിലാക്കുന്നത് സ്പ്രിംഗ്ലറിന് M ശിവശങ്കർ അടക്കമുള്ള ആളുകൾ പരസ്യം ചെയ്തു. അതിന് വലിയ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു കോവിഡാനന്തര കേസുകളിൽ WHO ഒരു ഏറ്റവും വലിയ കോൺട്രാക്റ്റ് സ്പ്രിംഗ്ലറിന് കിട്ടി. അത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റ് വരാൻ എന്താണ് കാരണം? ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ എഗ്രിമെൻറ്റ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. അപ്പോൾ സ്പ്രിംഗ്ലർ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ വിവരാശരകൾ ഇപ്പോൾ ജെയിംസ് മാത്യു ഒക്കെ പറഞ്ഞു ഒരു ഗവൺമെൻറ്റിൽ ഒരു സംഘടന ഒരു ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നു. ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹെൽത്ത് ഡാറ്റ മുഴുവൻ ചോർത്തിക്കൊടുത്തുകൊണ്ട് കിട്ടിയ വലിയ തുക, അത്തരം തുകയുടെ എല്ലാം കണക്കുകൾ കൂടി SFIOൻ്റെ അന്വേഷണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ലാബിൽ അല്ല ഒരു മിനിറ്റ്
ഒരു മിനിറ്റ് കൂടി. ഈ ലാവ്ലിൻ കേസിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയനെ ട്രയലർ നടത്തരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രയൽ നടക്കാതിരിക്കുവാൻ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആരൊക്കെ കൂടി സഹായിച്ചു? എങ്ങനെയാണ് ട്രയലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്? അതുകൊണ്ട് തന്നെയല്ലേ അതിലുള്ള കാര്യമായ യാതൊരു വിവരവും അല്ലെങ്കിൽ ഈ കോടതിയിലേക്കുള്ള പിണറായി വിജയനെതിരെയുള്ള ഡീറ്റെയിൽസും വരാത്തത് എന്നും കൂടി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതെല്ലാം ഒരു 10-20 വർഷം കഴിഞ്ഞ് ഭരണത്തിൽ വരുന്ന ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് നടത്തിയ തീരുമാനങ്ങൾ എങ്ങനെയാണ് അവരെ രക്ഷിക്കാൻ കൂടി സാധ്യമായത് എന്ന കണക്കോട് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ശ്രീ ബി എൻ ആസ്കർ, ഇവിടെ ഈ ചർച്ചയ്ക്കൊക്കെ അടിസ്ഥാനമാവുന്ന കാതലായ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ, നാടിൻ്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ പരിസ്ഥിതിക്ക് വളരെ ദോഷമുണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ചെയ്യാത്ത പണിക്ക് 1,72,00,000 വാങ്ങി എന്നുള്ളതാണല്ലോ കാതലായ ചോദ്യം. എന്തുകൊണ്ടാണ് ശ്രീ ബി എൻ ആസ്കർ 6 മാസങ്ങൾക്കിപ്പുറവും കോടതിയിലാവട്ടെ പൊതുസമൂഹത്തോടാവട്ടെ ആരോടാവട്ടെ എക്സാലോജിക്കിൻ്റെ ഒരു പത്രക്കുറിപ്പിലൂടെയെങ്കിലും എന്താണ് സേവനം എന്നത് ഗുപ്തമാക്കി വെക്കുന്നത്? അങ്ങനെ ഗുപ്തമാക്കി വെക്കുമ്പോൾ മാത്യു കുഴൽനാടൻ രേഖകളുമായി പറയും 2016-19 കാലത്ത് CMR വേണ്ടി ചെയ്ത അമാന്തങ്ങൾ, CMR വേണ്ടി നടത്തിയ മിണ്ടാതിരിക്കലുകൾ, അവിശുദ്ധ ഇടപാടുകൾ. എക്സാലോജിക്കിൽ നിന്നും പാർട്ടിയിൽ നിന്നും മറുപടി വരാതിരിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളെ കേരളം വിശ്വസിക്കില്ലേ ശ്രീ ഹസ്കർ? ഹഷ്മി, അങ്ങ് അപകടം പിടിച്ചൊരു പൊതുബോധം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം 1.72 കോടി രൂപ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകത്തെ സംബന്ധിച്ച് വലിയ തുകയാണെന്നും അതൊരു ഭീമാകാരവും അല്ലെങ്കിൽ ഒരു പർവ്വതീകരിച്ച തുകയാണെന്നും വരുത്തി തീർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ്. സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഘട്ടത്തിനുള്ളിൽ കമ്പനി നിയമത്തിന്റെ പരിധിയിൽ 1,600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ നാടാണ് കേട്ടോ ശ്രീ ബി എൻ ആസ്കർ. 1,600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാതെ കഴിക്കോലിൽ കയറിട്ട് തൂങ്ങിയ മനുഷ്യരുള്ള നാടാണ്. അപ്പൊ 1.72 കോടി ഒന്നുമില്ലെന്ന് പറയില്ലേ? അല്ല, 1.72 കോടി രൂപ കോർപ്പറേറ്റ് ലോകത്താണ്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് ലോകത്ത് അതൊരു വലിയ തുകയില്ല. ആ തുകയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു സീരിയസ് ഫ്രോഡായി കൺസിഡർ ചെയ്യാനേ പറ്റില്ല. അത്തരത്തിൽ സീരിയസ് ഫ്രോഡായിട്ട് ആ 1.72 കോടി രൂപയെ കണ്ടുകൊണ്ട് എക്സാലോജിക്കിലേക്ക് എത്തുന്നതിന്റെ ദുരുദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രീമതി വീണയുടെ പേരിന്റെ വാലറ്റത്ത് നിൽക്കുന്ന വിജയനിലേക്ക് എത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ലാവ്ലിൻ കേസ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കേസാണെന്നേ. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയ തെളിവുകളില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ട്രയൽ കോടതി ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈക്കോടതി പോയില്ലേ? ഹൈക്കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു? ഹൈക്കോടതി ട്രയൽ കോടതിയുടെ ഡിസ്ചാർജിന് അനുകൂലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെടുന്ന വ്യക്തി അല്ല ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. അതിനുശേഷമല്ലേ സുപ്രീം കോടതി പോകുന്നത്. അപ്പൊ സുപ്രീം കോടതി നിലനിൽക്കുന്ന ഒരു കേസിൽ അതിനു മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞ സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ, ആ കമല ഇന്റർനാഷണൽ കുറിച്ച് എത്ര പൊടുപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള വാർത്തകളാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇര. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പിണറായി വിജയന്റെ വീടിനെ സംബന്ധിച്ച് ചിത്രങ്ങളടക്കം മാധ്യമങ്ങളിലും വിമർശകരും വാർത്തയാക്കിയില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒടുവിൽ എന്ത് വന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ, ബിരിയാണി ചെമ്പിന്റെ പേരിൽ, അങ്ങനെ ഈന്തപ്പര കുനുവിന്റെ പേരിൽ, അങ്ങനെ നിരവധി ഇതൊരു ഗുരുവല്ല. ഇതൊരു ഗുരുവല്ല. ഇത് 1,72,00,000 രൂപ ബൈ ബാങ്ക് CMR നിന്നും കൈപ്പറ്റി അതിന് നികുതി അടച്ചു എന്ന് പറഞ്ഞത് CPM ആണ്. CPM നേതാക്കളാണോ നികുതി അടച്ചതിനെ കുറിച്ച് വീറോടെ വാദിച്ചത്? പണം കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ത് പണി ചെയ്തിട്ടാണ് പണം കിട്ടിയതെന്നാണ് ചോദ്യം. അതിന് കമല ഇന്റർനാഷണൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശ്രീ ബി എൻ ആസ്കർ? അല്ല, ഹഷ്മി, അത് പറയേണ്ട ബാധ്യത എക്സാലോജിക്കിനുണ്ട്. എക്സാലോജിക്ക് അതിൽ മൗനം പാലിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അവിടെ നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നം, നിങ്ങൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി നിങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള പണത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾക്ക് അതിനെ സംബന്ധിച്ച് പറയാതിരിക്കാനുള്ള അവകാശമുണ്ട്. അത് സംബന്ധിച്ച് പറയാതിരിക്കാനുള്ള അവകാശവും അതേ കോർപ്പറേറ്റ് കമ്പനിക്ക് നിലനിൽക്കുന്ന രാജ്യത്താണ് നാം നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കേസിൽ ഒരു പ്രതിയെ കുറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ സംബന്ധിച്ച് കോടതിക്ക് ചോദിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ നിയമ സാഹചര്യം അനുസരിച്ച് അതിനെ സംബന്ധിച്ച് നിശബ്ദനായിരിക്കാൻ ആ പ്രതിക്ക് അവകാശമുള്ളതുപോലെ
അതേ അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ധാർമ്മിക അവകാശമില്ല സർ. നിശബ്ദനായിരിക്കാൻ അല്ലെങ്കിൽ ധാർമ്മിക അവകാശമില്ല സർ. ഒരു നാട്ടിലാണ് നിങ്ങൾ. ധാർമ്മിക അവകാശമില്ല. എക്സാലോജിക്ക് ഏതെങ്കിലും നാട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ല. അത് നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. നാടിന്റെ മുഖ്യമന്ത്രി മകളുടെ കമ്പനിയിലേക്ക് വന്ന പണത്തിന്റെ പേരിൽ ആ CMRL വഴിവിട്ട് ഇടപാടിൽ ചെയ്തു കൊടുത്തു എന്ന ഒരു സാമാജികൻ പരസ്യമായ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു ചെറിയ കീറപ്പേപ്പറിൽ എക്സാലോജിക്ക് ഇന്ന സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തതിന് കിട്ടിയ പണമാണ്, അല്ലാതെ ഔദാര്യമായി കിട്ടിയ സൗജന്യ ശാപ്പാടല്ല എന്ന് പറയേണ്ട ധാർമ്മിക ബാധ്യത കമ്പനിക്കുണ്ട്. ശ്രീ അസ്കർ, ഹഷ്മി, നിങ്ങൾ ഇതേ വീറോട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് 133.28 കോടി രൂപ 1/2 ഡസനിലധികം കോൺഗ്രസ് നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് പോയതും, എന്തിനേറെ നേരത്തെ ശ്രീ ജോസഫ് മാത്യു പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ കണക്ക് പുസ്തകം ഉണ്ടല്ലോ, ടാലിയും അതുപോലെ തന്നെ കർത്തായുടെ ഡയറിയും, ആ ഡയറിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നില്ല? അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. നിങ്ങൾക്ക് എത്തേണ്ടത് പിണറായി വിജയനിലേക്കാണ്, ചോദിക്കുന്നുണ്ട്. ആ പണം വാങ്ങിയവർ, കരിമണൽ കർത്തായുടെ പണം വാങ്ങിയവർ തീരദേശ ജനതയുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പണം വാങ്ങിയ ഒറ്റുകാരാണ് എന്നൊരു സംശയമില്ലാതെ ഞാൻ പറയും. ശ്രീ പണിക്കർ, ഇവിടെ ഇപ്പോഴും കോൺഗ്രസ് ആരോപിക്കുന്ന ഒത്തുകളിയാണ്, ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നു. ഇനി ഏതെങ്കിലും ഒരു തുരങ്ക സൗഹൃദം ഉണ്ടെന്നിരിക്കട്ടെ, അതുവഴി രക്ഷപ്പെട്ടു പോയിന്നിരിക്കട്ടെ, ഇനി SFIയുടെ അന്വേഷണം എവിടെയും എത്തിയില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇനിയും കിട്ടാവുന്ന ഏറ്റവും മുന്തിയ അഭിഭാഷകരെ KSIDC നമ്മുടെ ഖജനാവിൽ നിന്ന് പണം കൊണ്ടുവന്ന് രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പോഴും എന്ത് സേവനത്തിന് കിട്ടിയ പണമാണ് അതെന്ന ചോദ്യം മുഴക്കത്തോടെ നിൽക്കില്ലേ? അതിന് ഉത്തരം കിട്ടും വരെ? ശ്രീ പണിക്കർ. തീർച്ചയായിട്ടും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം നടക്കുന്ന സമയത്ത് SFIയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അദ്ദേഹം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് വളരെ ക്ലിയർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CMRLുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ പേയ്മെന്റ് പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ജസ്റ്റിസ് നിറവേറ്റുന്നതിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ വരികയാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, എക്സാലോജിക്കിന് ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു സേവനവും നൽകാതെ പണം കൈമാറി എന്നതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ഈ പറയുന്ന റെയ്ഡിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഈ 2 കാര്യങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് SFIO പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടത്. അതുകൊണ്ടാണ് 212 ഇൻവോക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SFIയുടെ അല്ലെങ്കിൽ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു അന്വേഷണ ഏജൻസിയുടെ ലീഗലായിട്ടുള്ള ഒപ്പീനിയനാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആ പറഞ്ഞിരിക്കുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ വിജയൻ കൊടുത്തിരിക്കുന്ന ആ പെറ്റീഷൻ അവിടെ തള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിലുള്ള മെല്ലെപ്പോക്ക് ഉണ്ടായതുകൊണ്ടോ ഇതിനെ എടുത്ത് ബാക്ക് ബർണറിലേക്ക് വെച്ചതുകൊണ്ടോ ഈ ചോദ്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 2, CPMന്റെ ഈ നിലപാടിലുള്ള ഇരട്ടത്താപ്പിനെ പറ്റി പറയണം. അതായത് വിജിലൻസ് കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നല്ലോ. ആ സമയത്ത് ശ്രീ AK ബാലൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? നോക്കൂ, വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. ആ കേസ് നിങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ്. അതിൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കാനായിട്ട് ഒരു പ്രോക്സി പെറ്റീഷണർ ഉണ്ട്. ആ പ്രോക്സി പെറ്റീഷണർ കൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇവിടെ വീണ വിജയന് നേരെയോ അല്ലെങ്കിൽ പിണറായി വിജയനോ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. അങ്ങനെ ഒരു നോട്ടീസ് പോലും അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ കോട്ട പടുത്തുയർത്തിയ ആളാണ് ശ്രീ AK ബാലൻ. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഇനി 2, പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ അന്വേഷണത്തിന് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിജിലൻസ് കോടതിയാണോ ഏറ്റവും ഉയർന്നതായിട്ടുള്ളത്, അതോ കേരള ഹൈക്കോടതിയാണോ, അതേപോലെ തന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയാണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോടതികൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ, വിജിലൻസ് കോടതിയുടെ നിലപാടിനെ ന്യായീകരിച്ചിരുന്ന ആൾക്കാർ അതേപോലെ തന്നെ പറയേണ്ടതല്ലേ? അതിനൊരു മറുപടിയെങ്കിലും പറയേണ്ടതല്ലേ? അത് പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏതെങ്കിലും രീതിയിൽ അത് മേൽക്കോടതി ആയിക്കോട്ടെ കീഴ്ക്കോടതി ആയിക്കോട്ടെ, നമുക്ക് താല്പര്യമുള്ള രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം വരുന്ന സമയത്ത് ആ കോടതി നമുക്ക് പരമമാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അബ്സല്യൂട്ട് ട്രൂത്താണ്, ഗോസ്പൽ ട്രൂത്താണ്. ബാക്കി പറയുന്ന സമയത്ത് കമാന്ന് മിണ്ടില്ല. ഇതുവരെ പ്രതിരോധ കോട്ട ഉയർത്തിയിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, കരാറുള്ള ഇടപാടാണ്, നിയമപരമായിട്ടുള്ള ഇടപാടാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതിരോധ കോട്ട ഇറക്കുകയും അതിനെ പ്രസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം. എന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കാവുന്നത് അത്രയും ന്യായീകരിച്ചതിന് ശേഷം KSIDC കേരള ഹൈക്കോടതിയിലും പൊട്ടി, എക്സാലോജിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവർ നോക്കിക്കൊള്ളുമെന്ന്.
എന്നാ മാഷെ ഇതുവരെ എന്തിനാ നിങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത്? നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ടുന്ന കാര്യമില്ലായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താണ്? പാർട്ടിയുടെ കീഴേ ഘടകത്തിൽ വരെ എക്സാലോജിക്കിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ക്യാപ്സൂൾ വിതരണം നടക്കുന്നു എന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ കാര്യം CPM-ന് എന്താ? ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് കേസുകളും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം ലാവലിൻ കേസ് ശ്രീ ഭാസ്കർ ആണെങ്കിലും പറഞ്ഞു, ശ്രീ ശിവശങ്കർ ആണെങ്കിലും ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ലാവലിൻ കേസ് ഉൾപ്പെടെ നമ്മൾ അന്വേഷിച്ചിരിക്കുന്നത് ഏത് സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതൊക്കെ വിട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ KSIDCയുടെ കാര്യം പരിഗണിക്കുന്ന സമയത്ത് വീണ വിജയനെ നമ്മൾ വിട്. അതേപോലെ ലാവലിൻ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈക്കോടതിയുടെ തീരുമാനം അതിൽ ശരിയല്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്പിറസി ആംഗിൾ പരിശോധിച്ചിട്ടില്ല. കോൺസ്പിറസി ആംഗിൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രയൽ ഘട്ടത്തിലേക്ക് കടന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയതാരാണ്? CBI അല്ലേ? അത് ഏത് വർഷമായിരുന്നു? 2017. ഞാൻ പറഞ്ഞത് 2017 കഴിഞ്ഞതിന് ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞു. ആ 7 വർഷം കഴിയുന്ന സമയത്ത് കേരളത്തിൽ ആരാണ് ഈ 7 വർഷത്തിനിടയ്ക്ക് ഭരിക്കുന്നത്? കേന്ദ്രത്തിൽ ആരാണ് ഈ കഴിഞ്ഞ 7 വർഷം ഭരിക്കുന്നത്? ആ സമയത്ത് RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖപ്രസിദ്ധീകരണമായിരിക്കുന്ന ഓർഗനൈസർ അതേ വർഷത്തിൽ തന്നെ ഒരു വലിയ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അവർ തറപ്പിച്ച് പറയുന്നുണ്ട് ഇത് 374 കോടി രൂപയുടെ അഴിമതിയാണ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് സംഘടനാപരമായിട്ടാണെങ്കിലും ഘടനാപരമായിട്ടാണെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസിയുടെ ഒപ്പീനിയൻ ആണെങ്കിലും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിലൊരു പ്രശ്നമുണ്ട്, ഇതിലൊരു അഴിമതിയുണ്ട്, ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ മലബാർ ക്യാൻസർ സെന്റർ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 400 കോടി രൂപയ്ക്ക് അടുത്തുള്ള അഴിമതിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അത് 7 വർഷമായിട്ട് അത് എങ്ങനെ പോകുന്നു? മറ്റേത് കേസ് ഇങ്ങനെ പോകുന്നു? അതാണ് പ്രശ്നം. അപ്പൊ ഇത് എന്റെ ആരോപണമല്ല. ശരിയാണ്. സമയം കഴിഞ്ഞു ശ്രീ പണിക്കർ. നമുക്ക് എന്തായാലും ഇനിയും ഈ വിഷയത്തിലേക്ക് ഇരിക്കേണ്ടി വരും. സർക്കാർ തയ്യാറാകണം. എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ പറയുന്ന 1.25 കോടി രൂപ, 1,72,00,000 രൂപ എന്തിനാണ്, എന്ത് സേവനത്തിനാണ് വാങ്ങിയതെന്ന് ചോദ്യം ഉത്തരം കിട്ടും വരെ ചോദിച്ചുകൊണ്ടേയിരിക്കൽ. അത് പ്രതിപക്ഷം ചോദിക്കുന്നില്ലെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കൽ മാധ്യമങ്ങളുടെ കടമയാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.